ഹലോ ഹായ്. ഞാനിവിടെ വാഴപ്പിണ്ടി തോരനാണ് വയ്ക്കുന്നത്. നിങ്ങൾ എത്ര പേര് വാഴപ്പിണ്ടി തോരൻ വെച്ച് കൂട്ടിയിട്ടുണ്ട്? ഞാൻ ഇങ്ങനെ തോരൻ വയ്ക്കുന്നത് ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക്. അതിന് ചെറിയൊരു നൂലുണ്ട്. നമുക്ക് ആ നൂല് കളഞ്ഞ് വേണം ഇത് തോരൻ വയ്ക്കാൻ എടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഞാൻ ഉപ്പിട്ട് വയ്ക്കുന്നു. ഇതിനകത്തോട്ട് അത് അരിഞ്ഞിടുന്നു, നൂല് കളഞ്ഞിടുന്നത്. നമ്മളിങ്ങനെ മുറിച്ചതിന് ശേഷം ഈ നൂലിങ്ങനെ കയ്യെ ചുറ്റി എടുക്കണം. എന്നിട്ട് ഉപ്പ് വെള്ളത്തിട്ട് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ നൂലെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. അത് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് നമുക്ക് ഉപ്പ് വെള്ളത്തിൽ തന്നെ വാരിയിടണേ, ഇല്ല ഇത് കറുത്ത് പോകും. അതുകൊണ്ടാണ്. അപ്പം ഞാനിത് മുഴുവൻ അരിഞ്ഞെടുത്തു. ഇത് പിന്നെ ഉപ്പ് വെള്ളത്തിൽ തന്നെ ഇടണേ. നമ്മൾ അടുപ്പത്ത് ഇടാൻ നേരത്ത് മാത്രമേ ഇത് വാരിയെടുക്കാവുള്ളൂ, ഇത് കറുത്ത് പോകും. ഇത് നമുക്കൊന്ന് നന്നായി കഴുകി വരെടുക്കാം ഇതിനകത്തുനിന്ന്. അപ്പം ഞാൻ പാനെടുക്കത്ത് വെച്ച് നമുക്ക് തോരന് കടുക് വറുത്തിടാം. അതിന് വേണ്ടി ഞാൻ എണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കൂടുതൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം. കൂടുതൽ ഒരു 5 ഇച്ചിരി അരി ഇട്ട് കൊടുക്കാം. ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വാഴപ്പിണ്ടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഇച്ചിരി വെള്ളം, സ്വല്പം വെള്ളം, പിണ്ടിക്ക് വെള്ളം ഉണ്ടെന്നത് ശക്കല വെള്ളം ഇറങ്ങുന്ന വരെ ഇന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി വെച്ചെടുക്കാം. ഇത് നമുക്ക് ഇന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ തോരൻ്റെ വെള്ളമൊക്കെ പറ്റി നോക്കാം. വെള്ളമൊക്കെ പറ്റി വന്ന് ഇത് വേവായി വന്നു. നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. നമ്മുടെ വാഴപ്പിണ്ടി തോരൻ്റെ അരപ്പിന് കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, 2 മുളക്, 3 വെളുത്തുള്ളി അല്ലി, കുറച്ച് കരിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. തോരനിടാനുള്ള തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുത്തു. അപ്പം നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് ചെറുതായിട്ടൊന്ന് വേഗം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ തോരൻ എന്താ നമുക്ക് തുറന്ന് നോക്കാം. ഒരു ശക്കല ഉപ്പ് വരണം, ഒരു സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ശകത്തോളം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് തോരാൻ വേണ്ടി നമുക്ക് 5 മിനിറ്റ് കൂടെ അടുപ്പിടാം. ഒരു 5 മിനിറ്റ് നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. നമുക്കിത് ചായയുണ്ടാക്കിയിട്ട് മാറ്റാം. അപ്പം നമ്മുടെ വാഴപ്പിണ്ടി തന്നെ ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാം ഒന്ന് വെച്ച് നോക്കണം. ഇത് നല്ലത്. മൂത്രത്തിക്കല്ലിന് ഏറ്റവും പറ്റിയൊരു ഔഷധമാണ്. പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് വാഴപ്പിണ്ടിക്ക്. ഇത് തീയൽ വയ്ക്കാൻ കൊള്ളാം, അതുപോലെ മെഴുക്ക് പുരട്ടാൻ കൊള്ളാം, ജ്യൂസ് അടിച്ച് കുടിക്കാൻ കൊള്ളാം. നിങ്ങൾ ഈ തോരനൊന്ന് വെച്ച് നോക്കണേ, നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല തോരനാണ്. നിങ്ങൾ വെച്ചിട്ട് നല്ലതാണ് കമൻറ്റ് ചെയ്യണേ.